പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ ചാനലിൽ നടന്നുവരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ഒരു മുഖ്യ കഥാപാത്രമായ ശബരിയെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇത് നമുക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സുനിത സുരേഷ് ജിയാണ്. സുനിത ജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. പ്രിയ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. രാമായണ മാസം ആഗതമായിരിക്കുന്ന ഈ സമയം രാമായണ കഥകളാണ് നമുക്ക് എവിടെയും ശ്രവിക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഞാനിവിടെ പറയുന്നത് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ ശബരി എന്ന ഒരു വൃദ്ധ സ്ത്രീയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ശബരി ആരെന്നാൽ ഒരു ആദിവാസി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് അറിവ് നേടണം എന്ന ആഗ്രഹത്തോടെ ധർമ്മത്തിൻ്റെ അർത്ഥമറിയാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ പെൺകുട്ടി ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ഋഷ്യമൂക പർവ്വതത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മാതംഗമുനിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കുകയും ഭക്തിയോടെ അദ്ദേഹത്തെ സേവിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ഗുരുവായ മാതംഗ മരിക്കാറായപ്പോൾ ഈ ശബരി വൃദ്ധയായൊരു സ്ത്രീയായി മാറി. അത്രയും കാലം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ കാര്യങ്ങൾ ചെയ്താണ് അവൾ അവിടെ കഴിഞ്ഞിരുന്നത്. തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ സേവിച്ച ശേഷം മാതംഗ എത്തിയ അതേ ശാന്തിയുടെ വാസസ്ഥലം ഇപ്പോൾ തനിക്കും ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. തുടർന്ന് തൻ്റെ സേവനത്തിൻ്റെ ഗുണത്താൽ ഭഗവാൻ രാമൻ അവൾക്ക് ദർശനം നൽകുകയും തൻ്റെ വരവിനായി കാത്തിരിക്കാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് മുനി അവളോട് പറഞ്ഞു. അങ്ങനെ താമരയുടെ ഭാവത്തിലിരിക്കുന്ന മുനി മഹാസമാധിയിലെത്തുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ശബരി ആ ആശ്രമത്തിൽ രാമന്റെ വരവിനായി കാത്തിരുന്നു. എല്ലാ ദിവസവും ശബരി തൻ്റെ ആശ്രമത്തിൽ നിന്ന് ഒരു വടിയുടെ സഹായത്തോടെ പുറത്തുപോയി ശ്രീരാമൻ വരുമ്പോൾ നൽകുന്നതിനായിട്ട് പഴങ്ങൾ പറിക്കുമായിരുന്നു. അവൾ ഒരു പഴം പറിച്ചെടുത്ത് ആദ്യം രുചിച്ചു നോക്കും. അത് മധുരമുള്ളതാണെങ്കിൽ കൊട്ടയിലിട്ട് കയ്പുള്ളവ ഉപേക്ഷിക്കും. നല്ലതും മധുരമുള്ളതുമായ പഴങ്ങൾ രാമന് നൽകണമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ ഒരു ദേവൻ അർപ്പിക്കുന്നതിന് മുമ്പ് അത് രുചിക്കരുതെന്ന് അവൾ ഒരിക്കലും ചിന്തിച്ചില്ല. അങ്ങനെ കുറച്ച് പഴങ്ങൾ ശേഖരിച്ച് ശബരി ആശ്രമത്തിലേക്ക് മടങ്ങി. ശ്രീരാമന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ ദൈവത്തിനായുള്ള അനന്തമായ കാത്തിരിപ്പിന്റെ ഒരു രൂപകമായിട്ടാണ് ശബരിയെ അറിയപ്പെടുന്നത്. അങ്ങനെയിരിക്കെ ഒരവസരത്തിൽ ശ്രീരാമൻ സീതയും ലക്ഷ്മണനുമൊത്ത് വനവാസത്തിൽ ഏർപ്പെട്ട സമയത്ത് ശബരിയെ
ആ സഞ്ചാരത്തിനിടയിൽ കണ്ടുമുട്ടി. നിവേദിക്കാൻ വേണ്ടി അവൾ സഞ്ചയിച്ചിരുന്ന പഴങ്ങളിൽ ഓരോന്നും കടിച്ചു രുചിച്ചു നോക്കിയ ശേഷം അത് രാമന് സമർപ്പിച്ചു. താൻ കടിച്ച പദാർത്ഥമാണ് ഭഗവാന് നിവേദിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു അവൾക്ക്. എന്നിട്ടും ഭഗവാൻ ആ പുണ്യവതിയെ ഏറ്റവും ആർദ്രതയോടെ അനുഗ്രഹിച്ചു. അവൾ കൊടുത്ത പഴങ്ങളെ ഭഗവാൻ വളരെ രുചിയോടെ ഭക്ഷിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രനും ശബരിയും തമ്മിൽ രസകരമായൊരു സംഭാഷണം നടക്കുന്നുണ്ട് ഇതിനിടെ. ശബരി ചോദിക്കുകയാണ് ഭഗവാനോട്, ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ട ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത അവൾക്ക് ഭഗവാൻ എന്താണ് ദർശനം കൊടുക്കാൻ കാരണമെന്ന്. അതിനുള്ള ഭഗവാന്റെ മറുപടി വേദാന്ത ജ്ഞാനത്തിൻ്റെ മർമ്മം തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. മറ്റെല്ലാ ഉപകരണങ്ങളെ കൊണ്ടും ഉണ്ടായിത്തീരേണ്ട മുഖ്യമായ സംസ്കാരമാണ് വിഷയങ്ങളിൽ നിന്നുള്ള നിത്യമായ വേർപാടും ഈശ്വരങ്കലുള്ള നിരതിശയമായ പ്രേമവും. അതാണ് ഒരാളെ ഈശ്വരങ്കലേക്ക് ഉയർത്തുന്നത്. ഭാഗ്യം കൊണ്ട് അത് ശബരിക്കുണ്ടായി. അപ്പോൾ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ലാതായി എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരാൾക്ക് എന്തൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും വിഷയവിരക്തിയും ഈശ്വര പ്രേമവുമാണ് അയാളെ ഉയർത്തുന്നതെന്ന്, അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉപയോഗശൂന്യമായി, അതില്ലെങ്കിൽ ബാക്കി എന്തൊക്കെ ഉണ്ടായിട്ടും ജീവിതത്തിന് ഉയർച്ചയും ഉണ്ടാവുന്നതുമല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാൽ ഭക്തിയും വൈരാഗ്യവും തന്നെ മുഖ്യമായ സമ്പത്ത്. അത് സമ്പാദിച്ചവൻ ധന്യൻ തന്നെ, അല്ലാത്തവരോ നിരാശരും. ഇതാണ് ഈ ഭക്തിയുടെ ഉത്തമമായൊരു ഉദാഹരണമായിട്ടാണ് നമുക്ക് ശബരിയെ ഈ രാമായണത്തിൽ പരിചയപ്പെടുവാൻ സാധിക്കുന്നത്. മറ്റെന്തിനേയും മാറ്റി നിർത്തി ഈശ്വരങ്കലേക്കുള്ള യാത്ര തടസ്സം കൂടാതെ മുന്നോട്ട് തന്നെ പോവുക. ഈശ്വര സാക്ഷാത്കാരത്തിനായി മറ്റൊന്നും നമ്മൾ തേടേണ്ടതില്ല. അടിയുറച്ച ഭക്തി. അതാണ് ശബരി എന്ന ആ കഥാപാത്രം നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും എൻ്റെ വിനീത വന്ദനം ഒരിക്കൽ കൂടി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.